ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വെണ്ടയ്ക്ക കൊണ്ടുള്ള റെസിപ്പിയാണ്. വെണ്ടയ്ക്ക തൈര് മസാല. വെണ്ടയ്ക്ക തൈര് മസാല എന്ന് പറയുമ്പോൾ ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ കൂടെ അല്ല കേട്ടോ, ചപ്പാത്തിയുടെയും നാൻ്റെയും അതുപോലെ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെണ്ടയ്ക്ക കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെണ്ടയ്ക്ക തൈര് മസാല തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/4 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. നല്ല എരിവുള്ള ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിന് എരിവ് കുറവാണെങ്കിൽ 2 എടുത്തോളൂ. എരിവ് കൂടുതലാണെങ്കിൽ 1 മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുമല്ലോ. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ചെറിയ അല്ലി. വലിയ അല്ലി ആണെങ്കിൽ 1 അല്ലി വെളുത്തുള്ളി ചേർക്കാം. പിന്നെ വേണ്ടത് തൈരാണ്. ഞാനിപ്പോൾ 3/4 കപ്പ് കട്ട തൈര്, പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. പുളിയുള്ള തൈരാണെങ്കിൽ 1/4 കപ്പിൽ താഴെ മതി. 1.5 ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ. അത്രയും തൈരിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഈ വെണ്ടയ്ക്ക ഒന്ന് നീളത്തിൽ 4 കട്ട് ചെയ്തിട്ട് ഒന്ന് കുറുകെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു കറി പെർഫെക്റ്റ് ആവുക. അപ്പോൾ ഞാൻ ആദ്യം വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്തിട്ട് വെണ്ടയ്ക്ക എങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഒരു ചെറിയ സവോളയും കൂടി വേണം കേട്ടോ. അത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യണം. തക്കാളി ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുത്തു. വെണ്ടയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറുകെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നമ്മുടെ റെസിപ്പിയിലേക്ക് അടക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ട് പാനിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. വെണ്ടയ്ക്ക ഒരു 4 മിനിറ്റോളം വഴറ്റിയെടുക്കാം കേട്ടോ. ഓവറായിട്ട് വഴന്ന് പോവുകയും ചെയ്യരുത്, എന്നാൽ അത്യാവശ്യം കുക്കാവുകയും ചെയ്യണം. വെണ്ടയ്ക്കയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും നമ്മൾ ചേർക്കില്ല. വെണ്ടയ്ക്കയിലേക്ക് ഉപ്പ് മാത്രം ചേർത്താണ് വഴറ്റിയെടുക്കുന്നത്. ഇനി വെണ്ടയ്ക്ക ഒന്ന് കുക്കായി വരട്ടെ. ഒരു 4 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഒരു 3/4 ഭാഗത്തോളം കുക്കായിട്ട് ഇത്രയും മതി കേട്ടോ. വല്ലാതെ കുഴഞ്ഞു പോകുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കണ്ട. ഇനി ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതേ പാനിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റട്ടെ. ഞാൻ സെയിം പാൻ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ സവോളയൊക്കെ വഴറ്റാൻ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ചേർക്കുന്നത്. ഒരുപാട് ഓയിൽ വേണ്ട കേട്ടോ ഈ ഒരു കറിക്ക്. ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് നമ്മുടെ വലിയ ജീരകം, പെരിഞ്ജീരകം, ഫെന്നൽ സീഡ്സ് ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ ചെറിയ ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സും ഒരു 1/4 ടീസ്പൂൺ. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരട്ടെ. ഇത് രണ്ടും പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും പച്ചമുളകുമാണ്. നിങ്ങൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. സോറി കേട്ടോ, എൻ്റെ കയ്യിൽ നിന്ന് 2 തക്കാളിയും കൂടി വീണ് പോയി. തക്കാളി ഇപ്പോൾ ഇടാൻ പാടില്ല. അപ്പോൾ ഇനി ഈ സവോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോളയിലേക്ക് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കില്ല. ഇനി സവോള ഒന്ന് നന്നായിട്ട് വഴന്നു വരണം. അതുവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ആദ്യം നമ്മൾ ചേർക്കുന്നത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് എരിവിന് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 പിഞ്ച് കായപ്പൊടി, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 1/2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. വേഗം തന്നെ പൊടികൾ കുക്കായി കിട്ടും. ഞാനിപ്പോൾ മീഡിയം ബർണറിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗം പൊടികൾ കുക്കായി കിട്ടും. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ. വെള്ളം ചേർത്തിട്ടുള്ള കുക്കിംഗ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം.
തക്കാളി ചേർത്തിട്ട് ഇനി ഒരു 4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി വഴക്കിയെടുക്കുക. തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടണം. 4 മിനിറ്റ് നമുക്ക് നന്നായിട്ട് വഴക്കിയെടുക്കാം. തക്കാളിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരണം, തക്കാളി ഒന്ന് ഉടഞ്ഞും വരണം, അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു 4 മിനിറ്റ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ ഒരുവിധം ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തക്കാളി നല്ല പഴുത്ത തക്കാളി അല്ലായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് ഉടഞ്ഞിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ വെണ്ടയ്ക്കയ്ക്ക് മാത്രം ആവശ്യമായ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം. തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തൈര് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഫോർക്ക് ഉപയോഗിച്ചൊന്ന് ഉടച്ചെടുക്കുക. നമ്മൾ കറിയിൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ തൈര് നന്നായിട്ട് മിക്സായി വന്നോളും. അതുകൊണ്ടാണ് ഞാൻ ഉടച്ചെടുക്കാതിരുന്നത്. മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തൈരും ചേർന്നൊന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക. വെണ്ടയ്ക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 6 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. പിന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ആ തൈരിൻ്റെ ടേസ്റ്റും നമ്മുടെ മസാലയുടെ ടേസ്റ്റും എല്ലാം കൂടി മിക്സായിട്ട് നമ്മുടെ വെണ്ടയ്ക്കയിലേക്ക് ഒന്ന് പിടിച്ചു വരണം. പിന്നെ ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസിൽ ഒരു കാര്യം പറഞ്ഞൊന്നും ഞാൻ ഓർക്കുന്നില്ല. കുറച്ച് മല്ലിയില വേണം. നമുക്ക് കറിവേപ്പിലയൊന്നും വേണ്ട, കുറച്ച് മല്ലിയില വേണം. ലാസ്റ്റ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യാൻ പോവാണ്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മല്ലിയിലയുടെ ഫ്ലേവറും കൂടി ഇപ്പോൾ പിടിച്ചു വന്നോളും വെണ്ടയ്ക്കയിലേക്ക്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ചേർക്കാൻ താല്പര്യമില്ല, മല്ലിയിലയുടെ ഫ്ലേവർ ഒരുപാട് അങ്ങോട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ ചേർത്താലും മതി. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഒരു 6 മിനിറ്റ് ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കറക്റ്റ് ആയിരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക തൈര് മസാലയുടെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കറക്റ്റായിട്ട് വെണ്ടയ്ക്കൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണോ അപ്പത്തിൻ്റെ കൂടെയാണോ എന്തിൻ്റെ കൂടെയാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടമായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോയുടെ താഴെ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.